അതാ ഉദ്ദേശിച്ചത്. കണ്ട അപ്പൊ കുറച്ച് കാണുന്ന പോലെ. അപ്പൊ മദേഴ്സ് ഡേ ആയിട്ട് രണ്ടുപേരോടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഞങ്ങള് രണ്ടുപേര് കാണാണ്ട നല്ല സൂപ്പർ ആയിട്ട് കാണാനുണ്ട്. നിങ്ങൾക്ക് നല്ല ചുന്ദരി കുട്ടന്മാരെ. ഇത് കഴിയണക്ക് മുമ്പ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യം നമുക്ക് നല്ലതെന്ന് തുടങ്ങാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് തിങ് അബൌട്ട് യുവർ മം? മമ്മിയെ കുറിച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഫുഡ് ഉണ്ടാക്കിയില്ല. അതാണ് ഞാൻ പറയട്ടെ, സെയിം ആണ്. പക്ഷെ നീ ചോദിച്ചോണ്ട് എനിക്ക് ഓർമ്മ ഒന്ന് പരിപ്പോടാ. അതായത് രണ്ടുപേരും ഫുഡാണ്. മമ്മി ചോദിച്ചോണ്ട് എനിക്ക് ഓർമ്മ ഒന്ന് പരിപ്പോടാ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഏതൊരു വാട്ട് മേക്സ് യുവർ മം സ്പെഷ്യൽ എന്നാണ്. മമ്മി ഉണ്ടാക്കണേൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ? പരിപ്പോട തന്നെയാണ്. രണ്ടുപേർക്കും ഒരു ആൻസർ. പരിപ്പോടയാണ്. പക്ഷെ ആ പരിപ്പോട മമ്മി ഉണ്ടാക്കാറുമില്ല. അതെ, ഉണ്ടാക്കിട്ട് കുറെ വയസ്സായി പോയിണ്ടോ? എന്ത് മമ്മിക്ക് മിണ്ടൊക്കെ ചേട്ടാ. മമ്മിയായിട്ട് ഞാൻ മിണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ മമ്മി ചിരിക്കുന്നത് എപ്പോഴാണ്? മമ്മിയാ? ഓരോരുത്തരായിട്ട് ആൻസർ പറയണേ. അങ്ങനെ വെച്ചിപ്പോ എന്താ പറയാ, നീ ഇങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോ മമ്മി ഏറ്റവും കൂടുതൽ ഏത് സിറ്റുവേഷനിലായിരിക്കും ചിരിച്ചോണ്ടിരിക്കുന്നത്? മമ്മിയാ? മമ്മി എന്താ ഇത് അതായത് സ്വന്തം തന്നെ ഒരബദ്ധം പറ്റിയിട്ട് അതിൽ കിടന്ന് ഉരുളണ സമയത്ത് അത് ചിരിച്ചോണ്ടിരിക്കും. അതന്നെ. എനിക്ക് അതിന് വലിയ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അതുപോലൊക്കെ തന്നെ. അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ എനിക്ക് തോന്നണം. അല്ല വേറെ അങ്ങനെ ചെരുപ്പ് മാറിയിട്ട് ഒരു ചെരുപ്പ് മാറിയിട്ട് വേറെ ചെരുപ്പ് ഇട്ട് കൊണ്ടുപോവുക, അങ്ങനത്തെ ഓരോ അബദ്ധങ്ങൾ കാണിക്കണ സംഭവം. അത് കാണിക്കുമ്പോഴല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ. അതെ. അപ്പൊ മമ്മീനെ ചിരിച്ചിട്ട് മൂത്രകം പോകും. What is one thing your mom always says? നിങ്ങൾ രണ്ടുപേരോടും മമ്മി എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ? അത് തുടങ്ങി എന്ന് പറയില്ലേ ആ സാധനം? ആ ഡയലോഗ് എന്തായിരുന്നു ചേട്ടാ? എനിക്കും ഉണ്ട്. ചെറിയ കുട്ടിയല്ലടാ അത് ഏട്ടനുള്ളത്. അങ്ങനെയല്ല ചേച്ചി ഉദ്ദേശിച്ചത്. അതല്ല, രണ്ടുപേർത്തും പറഞ്ഞ എട്ടങ്ങേറായിട്ടുള്ളത് ഒരു ഡയലോഗ് ഉദ്ദേശിച്ചു. ഇപ്പൊ നമ്മള് അവര് വരുമ്പോ അങ്ങനത്തെ ഉണ്ടാവില്ലേ? അന്നൊരു കാര്യം ചെയ്യും, അത് നീ മമ്മിയോട് ചോദിച്ചു. ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പറയേണ്ടി വന്നിട്ടുള്ളത്. അതെ. എന്താ മമ്മി പറഞ്ഞ ആലോചിച്ച് നോക്ക്. എനിക്ക് കുറച്ച് മൈക്ക് കേൾക്കാൻ പറ്റും. പറ. കളിക്കാൻ പോണത് അല്ല, ആ ഡയലോഗാണ് അവർ ഉദ്ദേശിച്ചത്. എപ്പോഴ ഇല്ല കട്ട പോയത് ഇല്ല അടുത്ത് അത് പാട്ടാണ്. പക്ഷെ അതങ്ങനെയല്ല. അതെ, അത് പറയുമ്പോഴാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. അതായത് നമുക്ക് അറിയാം, നമുക്ക് ദേഷ്യം വരും. അതല്ല മറ്റത് വേറൊരെണ്ണുണ്ട്. ഏത്? കണ്ണുനീർ തുള്ളി. അതിക്കില്ല, ഏട്ടനെ കിട്ടും. അത് ഏട്ടനെ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക്. If your mom were a superhero, what powers would she have? സൂപ്പർ ഹീറോ ആക്കാണ് മമ്മിനെ. അപ്പൊ എന്ത് പവറാണ് നിങ്ങൾ മമ്മിക്ക് വേണ്ടി കൊടുക്കുക? കുറച്ചുകൂടി എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവ്. എനിക്കാ സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞാല് തിന്നണ കോമ്പറ്റീഷനാണ്. അതല്ല, അത് തിന്നാലാണ് എന്തെങ്കിലും വരുള്ളൂ. നെഗറ്റീവ് ആയിട്ട് സുഖമായിരുന്നു. നമ്മൾ കളിച്ചു വരുന്ന സമയത്ത് മമ്മീനെ ഇവിടെ കാണാതെ ആക്കുക, അങ്ങനെയൊക്കെ ഒക്കെ ആയിരുന്നു. അറിയില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങക്ക് മമ്മിയോട് എന്താ പറയണെന്ന് തോന്നുന്നത്? പരിപ്പോട എപ്പോഴാ ഉണ്ടാക്കുക? അന്നത്തെ പരിപ്പോട അതാണ് ചോദിക്കാനുള്ളത്. What does your mom do when she gets angry? മമ്മിക്ക് ദേഷ്യം വരുമ്പോ മമ്മി എനിക്കറിയാം, ഉത്തരം അറിയാം. പ്ലേറ്റ് എടുത്ത് അറിയാം. പക്ഷെ ഇപ്പൊ അറിയാറില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിലൊക്കെ എടുക്കുന്നത് മരുമോള് വന്നതിന് ശേഷം ഇപ്പൊ അറിയാറില്ല. ഡീസന്റ് ഫേവറേറ്റ് സെന്റൻസ് എപ്പോഴും മമ്മി യൂസ് ചെയ്യുന്നത്. അത് അർത്ഥം വെച്ചില്ലേ?
അത് നിങ്ങൾ ഇറിറ്റേറ്റഡ് ആക്കരുതല്ലേ. അതല്ലാതെ മമ്മി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ട്, എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്. ഇത് മമ്മിയുടെ സ്ഥിരം വേട എന്ന് പറയില്ലേ, ഇത് മമ്മി എപ്പോഴും പറയണ്ട. അങ്ങനെ പറഞ്ഞറിയില്ല, പക്ഷെ മമ്മി സ്നേഹത്തോട് പറയുന്നത് എപ്പോഴും മമ്മിയുടെ മക്കളാണ് എന്നുള്ളതാണ് മമ്മി അപ്പൊ ഞങ്ങൾ തിരിച്ചു പറയും. അതാണ് എപ്പോഴും. അതിപ്പോ എന്നും അല്ല അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. വലിയ ഫോൺ ചെയ്യുമ്പോഴും വെക്കുമ്പോഴൊക്കെ പറയില്ലേ. അങ്ങനല്ല, കഴിഞ്ഞാല് മമ്മി എപ്പോഴും പറഞ്ഞ കാര്യം ഉദ്ദേശിക്കുന്നത്, അതായത് യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വൺസ് ഇൻ എ ഡേയില് യൂസ് ചെയ്യുള്ളൂ മാക്സിമം. മമ്മിയുടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിക്കണം എന്ന് തോന്നിയൊരു ശീലം എന്താ? ശീലമല്ല, സ്വഭാവോ അല്ലെങ്കിൽ എന്തെങ്കിലും മമ്മിയുടെ എനിക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. മമ്മിയുടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താന്നറിയില്ല. കിട്ടണം കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. വൃത്തി. എന്റെ കുട്ടിക്ക് ഭയങ്കര വിനയം മാറി. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാലോചിക്ക എന്തെങ്കിലുമൊക്കെ മമ്മിയുടെ നിങ്ങക്ക് കൊറേ നാള് ഇതാവുമ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. അതായത് ഈ വൃത്തിയുള്ള സംഭവം ഉണ്ടായിരുന്നു, പിന്നെ അത് കുറച്ച് ഗ്രാജുവലി മമ്മിയുടെ അടുത്ത് പോയപ്പോ പിന്നെ ഗ്രാജുവലി അത് വേറെ പോലെ പോയി. വേറെ ആർക്കും അറിയാത്ത മമ്മിയുടെ ഒരു സ്വഭാവം, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സ്വഭാവം, അതെല്ലാം കേൾക്കില്ലേ ഇത് പറഞ്ഞ്? അത് വീഡിയോ പറഞ്ഞ് പറയാൻ പാടില്ല, കഴിഞ്ഞ് അത് പറയാൻ പാടില്ല. അതും പുറത്തു പോയി കഴിഞ്ഞ് പുറത്തു പോയ പിന്നെ ഇമേജ് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞുതരാം, ഈ രണ്ട് പോത്തുകൾ ഇത്രയും വലുതാക്കി ഉണ്ടാക്കിയത് മമ്മിയാ. ഡാഡി 10 ദിവസം പണിയെടുത്തിട്ടില്ലേ? അതിനെ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. അതുള്ളതാണ്. ഇത്രയും ഒരു പൊന്തിച്ചെടുത്തത് മമ്മിയുടെ എഫേർട്ട് ഉണ്ടാ ഈ സംഭവം തന്നെ. പക്ഷെ ഇത് ഇത്രയും അടങ്ങേറ് പിടിച്ച 2 എണ്ണത്തിനെ കൊടുന്നതിലാണ് എത്ര അടങ്ങേറ് പിടിച്ചത്. അതെങ്കിലും ഭയങ്കര അടങ്ങേറ് തന്നെയാണ്, എളുപ്പമല്ല. മമ്മിക്ക് നിങ്ങൾ രണ്ടുപേരിലും കൂടുതൽ അറ്റാച്ച്മെന്റ് ആരെയുണ്ട്? അതാ ഇങ്ങോട്ട് എന്താ വിഷയം? കൂടുതൽ അത് ഞാൻ കാരണം പറഞ്ഞുതരാം. കൂടുതൽ സ്ഥലം അവനെയാണ്. കൂടുതൽ അറ്റാച്ച്മെന്റ് ചോദ്യമായിട്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ പിടിക്കണ്ടേ? ഇമോഷൻ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ. അല്ല, അത് ചെറുപ്പത്തിലാകുമ്പോഴും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആദ്യത്തെ സമയത്തൊക്കെ മമ്മിക്ക് അവനോട് ഇഷ്ടം കൂടുതൽ തോന്നും. പിന്നീട് വലുതായി നോളജൊക്കെ മനസ്സിലായി. ഓക്കെ, ഒക്കെ ഒരേപോലെ തന്നെയാണ്. മമ്മി വേറൊരു ആളിനെ കുറിച്ച് ഒരു കാര്യം പറയാതെയായിരിക്കും, അപ്പൊ നിങ്ങൾ ആരാണ് കൂടുതൽ മമ്മിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? വേറൊരാളെ കുറിച്ചൊന്നല്ല, വേറൊരു കാര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് ഒരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് പറയുമ്പോ നിങ്ങൾ ആരാണ് മമ്മീനെ കൂടുതൽ ഒരു മമ്മിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ആ കാര്യത്തെ കുറിച്ചിട്ട് ശാന്തന്റെ അല്ല, നമ്മളും ഉണ്ട് ഇവിടെ. അപ്പൊ മമ്മിയോട് ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരായിരിക്കും? ആ സംഭവത്തെ കുറിച്ച്, അല്ലാതെ നിങ്ങളുടെ വണ്ടീനെ കുറിച്ചോ അതിനെ കുറിച്ചല്ല. മമ്മിക്ക് തോന്നണം മമ്മിയോട് കൂടുതൽ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നത് ആരാ? അതല്ല ഞങ്ങളുടെ ടോപ്പിക് അല്ല, മിണ്ടാനേ പോവില്ല. അത് മിക്കവാറും കാര്യങ്ങളും നമ്മൾ ഇൻട്രസ്റ്റ് ആയില്ല. അത് മമ്മിയുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ടോപ്പിക് ആണെങ്കിൽ ഒരു 99% ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. അതായത് ഇവിടെ കൊറേ കസിൻസ് വരെയാണ്, അത് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല, വന്നോണ്ടിരുന്നതാണ്. അപ്പൊ മമ്മി സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗ് എന്താ? നിങ്ങളുടെ അടുത്തിട്ടല്ല, അത് വേറെ ആൾക്കാരുടെ. ഞാൻ പറയാം ഞാൻ എനിക്കത് പറഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. അവര് വരും ഇവിടെ തല്ലൂട്ടങ്ങൾ എന്തെങ്കിലും നടന്ന അടി നിങ്ങൾക്കാണ്. അത് മറക്കണ്ട. ഇതാ ഡയലോഗ്, രണ്ടുപേർക്കും ഒരേ ഡയലോഗ് ആയിരിക്കും പറയുള്ളത്. അടി നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങക്ക് എന്താ തിരിച്ചു തോന്നുക? തോന്നാനൊന്നുമില്ല, കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒന്നും തോന്നാനും പറയാനൊന്നുമില്ല, കിട്ടി വാങ്ങിച്ച ഇഷ്ടം പോലെ. എനിക്കത് കൂടുതൽ കിട്ടിയിട്ടില്ല, ഏട്ടന് കിട്ടിയിട്ടില്ല.
ഡാഡി വന്ന് നിൽക്കുന്നതിന് മുമ്പുള്ള ലൈഫ് സ്റ്റൈലും ഡാഡി വന്ന് സ്ഥിരമായിട്ട് നിൽക്കുമ്പോണ്ടാ വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഡിഫറെന്റ് അല്ലേ? അപ്പൊ ആ ലൈഫ് സ്റ്റൈല് വന്നപ്പോ നിങ്ങൾക്ക് മമ്മിയോടുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? മമ്മി അതായത് ഡാഡി വന്ന് നിൽക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഡാഡി മമ്മിയാണ് കൂടുതൽ എപ്പോഴും ഉണ്ടാവുക. അപ്രോച്ച് അല്ല, അപ്രോച്ച് അല്ല, ഒരു കാര്യത്തിൽ സമാധാനം കിട്ടി. നമ്മുടെ കടയ്ക്ക് സാധനം വാങ്ങിക്കാൻ പോകണ്ട. അല്ല, കടയ്ക്ക് സാധനം വാങ്ങിക്കാൻ പോകണ്ടെന്നാ പറഞ്ഞത്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മമ്മിയായിട്ടുള്ള അപ്രോച്ച് ആണോ? അതിനും അങ്ങനെ മാറ്റൊന്നും വന്നിട്ടൊന്നുമില്ല. ഓ, ഡാഡി വന്നു മമ്മിയോട് നല്ല രീതിക്ക് നിക്കണം ഉദ്ദേശിക്കുന്നത് അല്ല, ഡാഡിയോട് കുറച്ച് അറ്റാച്ച്മെന്റ് കൊടുത്ത് മമ്മിയുടെ അറ്റാച്ച്മെന്റ് കുറയോന്ന് പഠിക്കണ്ട. ആ ഒരു അംശമില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. അതെ. മമ്മീനെ സ്നേഹം വരുമ്പോ നിങ്ങൾ എന്താ വിളിക്കുക? മമ്മിയെന്ന് അങ്ങനെയല്ല, ഭയങ്കര മമ്മി ഇപ്പൊ നിങ്ങളെ മുത്തുകൂടാന്ന് വിളിക്കണ, ചേട്ടനെ മോനു എന്ന് വിളിക്കണൊക്കെ വിളിക്കില്ലേ? അതേപോലെ അതല്ലെങ്കിൽ ഇപ്പൊ സ്നേഹം ഇല്ലെങ്കിലും മോനു തന്നെ വിളിക്കുക. അങ്ങനെയല്ല, ജോജോന്നൊക്കെ വിളിക്കുന്നത് ഞാൻ ഇഷ്ടംപോലെ. അല്ല, ഞങ്ങൾക്ക് വിളിക്കാനുള്ള വേർഡ് ഇല്ലല്ലോ. അപ്പൊ അതിന് വേറെ തല്ലി കിട്ടില്ലേ? ഞാൻ പറഞ്ഞ് തെളിവിക്കാനല്ല, നന്നായിട്ടും തെളിവിക്കാന്ന് വെച്ചേ. അതാണത്, നല്ലതും ചീത്തതും വേറെ വേറെ വിളിക്കാൻ പറ്റില്ല, ഒരു വേർഡിനെ വിളിക്കാൻ പറ്റുള്ളൂ. തള്ളനെ വിളിക്കാൻ പറ്റുവെച്ചിട്ടാ അല്ല, സ്നേഹപ്രകടനത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മ കൊടുക്കുക, അതിനെ കെട്ടിപ്പിടിക്കും. അതെ, ചിരിക്കില്ല, അത് കെട്ടിപ്പിടിക്കും, ചിരിക്കില്ല, ഇക്ലിയാക്കും. അപ്പൊ ഇക്ലിയാക്കി കഴിഞ്ഞ് അമ്മയ്ക്ക് പിടിച്ചാൽ കിട്ടില്ല. അതല്ലാതെ വേറെ വിളിക്കുന്നില്ല. അതെ, നിങ്ങൾക്ക് ഈ മമ്മി ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രൗഡ് ആയ ഒരു മൊമെന്റ് ഏതാ? ഏതമ്മി പ്രൗഡാന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ, അങ്ങനത്തെ മൊമെന്റ് ക്യാൻസർ നമുക്കില്ല. നമ്മളെ സിമ്പിൾ ലൈഫ് ആയതുകൊണ്ട്. അങ്ങനെയില്ല, കൊറേ പേരുടെ അമ്മമാര് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിന്റെ അമ്മ ഉണ്ടാവും, മറ്റൊരു അമ്മ ഉണ്ടാവും. അങ്ങനത്തെ ഒരു മൊമെന്റ് നടക്കുന്നില്ലല്ലോ. ആയതുകൊണ്ട് സൂപ്പറാണ് ഈ മമ്മി ആയതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ? അങ്ങനെ നല്ലത് ചോദിച്ചാ നല്ലതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതല്ലാതെ പിന്നെ മമ്മി മൊമെന്റിൽ തള്ളാൻ പറ്റും, അതൊക്കെ മമ്മിക്ക് പറ്റും. മമ്മിയുടെ അതാ പറഞ്ഞത് ഞാൻ. സ്റ്റിൽ ആൻസർ കറക്റ്റ് അങ്ങനെ തന്നെയാണ്. അതായത് മമ്മി ചില ചില സിറ്റുവേഷൻ ഉള്ള സമയത്ത് മമ്മിയോട് തള്ളി വിടും. അത് പ്രൗഡ് അല്ലല്ലോ, അത് മമ്മി ആയതുകൊണ്ട് തള്ളി വിട്ട ആ സംഭവം സൂപ്പർ ആക്കും. ബാക്കി ആരെ കൊണ്ട് അങ്ങനെ തള്ളിയിട്ട് സൂപ്പർ ആക്കാൻ പറ്റില്ല. നോണ പറഞ്ഞിട്ട് അത് ഫലിപ്പിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഒരു സിറ്റുവേഷൻ വന്നു, ഒരു കല്യാണത്തിന് പോയിട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പൊ ഞാൻ എന്തെങ്കിലും അബദ്ധം ഇതിനിടയിൽ കൂടെ വിളിച്ചു പറയും. ഓക്കെ, സംഗതി അത് പുറത്തു വരാൻ പാടില്ല. മമ്മി അത് തള്ളി മറിച്ചത് വേറെ ലെവൽ ടോപ്പിക് ആക്കും. അപ്പൊ പ്രൗഡായിട്ട് തോന്നും. ഇനി ലാസ്റ്റ് ഇപ്പൊ മദേഴ്സ് ഡേ ആണ്. നിങ്ങൾക്ക് മമ്മിക്ക് കൊടുക്കാനുള്ള, ഇനിയുള്ള ഫ്യൂച്ചറില് മമ്മിക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ വിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും, മമ്മി ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ആയിക്കോളോ, അല്ലെങ്കിൽ ഇതുവരെയുള്ള മമ്മി സൂപ്പറാണ്, ഇനി മമ്മി ഇതും കൂടി ശ്രദ്ധിച്ച മമ്മി ഇരട്ടി സൂപ്പറാവും, അങ്ങനെയില്ല എല്ലാവരും അങ്ങനെയല്ല, എല്ലാ ദിവസവും എല്ലാവരും ബെറ്റർ ആവാൻ ശ്രമിക്കുകയല്ലേ ചെയ്യും. എല്ലാരും നന്നായിട്ടൊന്നുമല്ലല്ലോ, കുറച്ച് ബെറ്റർ ആവുകയാണല്ലോ. അങ്ങനെ പറയാനുള്ള ഒരു കാര്യം രണ്ടുപേരും പറയണേ. ഇനി മാറ്റേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഉള്ളത് തന്നെയാണ് അടിപൊളി. പിന്നെ ഞാൻ പറയാം, അത് അവനെ അറിയാത്തോണ്ടാ. ഞാൻ പറയാം. ഓ, അങ്ങനത്തെ സംഭവം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ പറഞ്ഞ സംഭവം നോക്കട്ടെ. ഞാൻ പറയാം, അതെ, സ്വന്തം കാര്യം മാത്രം ആലോചിക്കുക, നാട്ടുകാരുടെ മൊത്തം കാര്യം ആലോചിക്കണ്ട. അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. അത് സ്വഭാവം മാറ്റില്ലല്ലോ. ഇല്ല, ഉപദേശല്ലേ നമുക്ക്. മമ്മി സ്വഭാവം മാറ്റിയിട്ട് വേറെ ലെവല ഉദ്ദേശിക്കുന്നത്. സ്വഭാവം മാറ്റല്ല, മമ്മിക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശമാണ്.
ആയില്ലേ 45-40. ഉപദേശം അത് ബെറ്റർ ആവാൻ. അപ്പൊ ഈ ഉപദേശം അമ്മി കേട്ടിട്ടും കാര്യമൊന്നുമില്ല, അത് മാറ്റാനൊന്നും പോണില്ല, അത് വേറെ കാര്യം. അപ്പൊ പിന്നെ എനിക്ക് കൊടുക്കാനുള്ളതാ. അപ്പൊ കുറച്ച് സമാധാനം സ്വന്തമായിട്ട് കിട്ടും. പക്ഷെ ജമ്മണ്ടി സമാധാനം കിട്ടില്ല, വെറുതെ വെറുതെ. ഓക്കെ ഓക്കെ അത് ഓക്കെ. ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മമ്മിയോട് ഇഷ്ടത്തോടെ പറയാനുള്ള കാര്യം എന്താ? അപ്പൊ താങ്ക് യു. ഇനി മമ്മിക്ക് മൈക്ക് കൊടുക്കും. ഒരു മൈക്ക് പോരെ? ഒരു മൈക്ക് മതി. എന്റെ കൊടുക്കാം. ഈ മമ്മിയോടാണ് ക്വസ്റ്റ്യൻ. രണ്ടുപേരും മമ്മിക്ക് ഒരുപോലെയാണെന്നറിയാം, എന്നാലും രണ്ടുപേരിലും എന്തെങ്കിലും ഒരു കാര്യം മമ്മിക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. എത്ര ഒരുപോലെയാന്ന് പറഞ്ഞാലും ഉണ്ടാവും. അത് അത് പറയും. രണ്ടുപേരുടെ ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലത് പറഞ്ഞാൽ മതി. ഇവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഉറക്കത്തിലായാലും മമ്മിയുടെ മുത്താണ് എന്ന് പറഞ്ഞാ തിരിച്ചിങ്ങോട്ട് പറയും. പക്ഷെ ഇപ്പൊ പറയില്ലല്ലോ. അപ്പൊ പറയോ? രാത്രി പറഞ്ഞു കഴിഞ്ഞാ പറയും എത്രയോ വലുതായിട്ട് മമ്മിയുടെ മുത്താണേന്ന് പറഞ്ഞാ തിരിച്ച് കുഞ്ഞി മുത്താണേന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുമ്പോ. വേറൊരാളും അതുപോലെ പറഞ്ഞാല് തിരിച്ച് പറയില്ല, ഞാൻ മാത്രം ചോദിച്ചാലേ പറയുള്ളൂ. അതെനിക്ക് ഭയങ്കര ഒരു ഇതാ, സന്തോഷമുള്ള കാര്യം. അല്ല ഒന്നും പറയാം. അതായത് എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ വന്നിട്ട് ആശ്വസിക്ക ബന. അത് ബന. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ബന അതില്. അപ്പൊ ഒന്ന് ആശ്വാസം, ഒന്ന് മുത്ത് പറയേണ്ടത്. ഓക്കെ, മമ്മിക്ക് പിള്ളേരിനെ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം തോന്നി മമ്മി എന്താ ചെയ്യാ? ഇത് ഉണ്ടാക്കി കൊടുക്കും, ഈ സ്നാക്സ്. നേരത്തെ ഒരു പറഞ്ഞ പോലെ പരിപ്പൊടി ഉണ്ടാക്കി, സ്നാക്സ് ഉണ്ടാക്കി പല സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ ഒരാഴ്ചയിൽ പ്രാവശ്യം ഡാഡി ഇല്ലല്ലോ, അപ്പൊ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി നല്ല ഇഷ്ടാ. അപ്പൊ ആദ്യമൊക്കെ ഒരു നാണക്കേട് ഉണ്ടായിരുന്നു മമ്മി ഒറ്റയ്ക്ക് ഇവരനായിട്ട് പോകുമ്പോ. ഇത് തൊട്ട് ഞാൻ മൈക്കിന് വേണ്ടി ശബ്ദം വരും. പിന്നെ നാണക്കേടൊന്നും ഇല്ല, അങ്ങനെ പോവും. അണ്ട് കഴിച്ചിട്ട് വരും. ഡാഡി ഇവിടെ ഇല്ലല്ലോ, പൈസ പിന്നെ ഡാഡി ഇഷ്ടപ്രകാരം അയച്ചു തരില്ലേ. ആ കുട്ടികൾക്ക് എന്ത് വാങ്ങിക്കൊടുത്താലും ഒന്നും. 2 മസാല ദോശ ഒരു പ്രാവശ്യം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു മമ്മിക്ക് നാണക്കേടെന്ന് പറഞ്ഞു. 2 മസാല ദോശ നീ ഒറ്റയ്ക്ക് തിന്നു. മമ്മിക്ക് നാണക്കേട എത്ര? 2 മസാല ദോശ അതന്നെ ഹോട്ടലിലെല്ലാം റെസ്റ്റോറന്റ്. മമ്മി രണ്ടുപേരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യം, നേരത്തെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചില്ല, അതേപോലെ തന്നെ മമ്മി ഇവരോട് പറയണേലത്തെ ജിജേട്ടനോടൊരു കാര്യം കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടാവും, അവനോടും കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടാവും, രണ്ടുപേരും കേട്ടിട്ടുണ്ടാവില്ല. അതാരാ? അതെന്തായിരിക്കും? പറഞ്ഞിട്ടും കേൾക്കാത്തുണ്ടാവില്ല. കൊറേ പറഞ്ഞിട്ടുള്ളത് അത് സെയിം കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും ചിന്തിച്ചാൽ മതി. കേൾക്കാതിരിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്ത് പറഞ്ഞാലും കേൾക്കും. പൊതിരെ അടി കിട്ടുമെങ്കിൽ അതുകൊണ്ട് എന്തായാലും കേൾക്കും. ഇങ്ങനെ കേൾക്കാതിരിക്കാന്നുള്ളൊരു ഓപ്ഷനേ ഇല്ല. മമ്മി ഇപ്പൊ ജിജേട്ടനോടാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാൻ പോണേനെ അറിയാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ട് അങ്ങനെ ഓരോ അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവനോട് നടക്കാൻ അത് ഇങ്ങനെ തടി വന്നപ്പോഴാ ഇങ്ങനെ നടക്കാനൊക്കെ സ്റ്റെപ്പ് കയറാൻ അതൊക്കെ പറയാ. അതൊന്ന് ഈ പറഞ്ഞ മാതിരി അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും, അത് ചെയ്തു കൊടുക്കാനാ.
എന്നിട്ട് മമ്മി പിന്നെ അയ്യോ അത് ചെയ്ത് കൊടുക്കായിരുന്നു എന്ന് തോന്നുന്ന സാധനം ഏതാ? ഇല്ല, ഞാൻ ഒരുവിധം ഒക്കെ എല്ലതും അവര് പറയണതൊക്കെ ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിനുള്ള ഓർമ്മയില്ല ഇപ്പൊ. ഇത് പിന്നെ ചെയ്ത് കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ നമുക്ക്, അയ്യോ അത് ചെയ്ത് കൊടുക്കായിരുന്നു അവര് എന്ന് തോന്നുന്ന അങ്ങനത്തെ ഒന്നുമില്ല അവർക്ക്? ഓർമ്മയിൽ നിൽക്കണില്ല. അവർക്ക് എന്താ അവര് മെയിനായിട്ട് പറയണത് ഇതല്ലേ, ഹോട്ടലിൽ കൊണ്ടുപോയി പാർക്കിൽ പോവുക, ടൂറ് പോവുക, അതൊക്കെ പിന്നെ ഡാഡി വന്നാ അങ്ങനെ പോവുകയായി. ഒരു കാര്യം ഇതുണ്ടായിരുന്നു, ഇവൻ കോളേജിൽ പോയിട്ട് അവന് ടൂറ് പോണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് പേടിയാ. അപ്പൊ എനിക്ക് പേടിയാ. അപ്പൊ അതുകൊണ്ട് അവനോട് പറഞ്ഞു മാഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോ, അല്ലാതെ അതൊന്ന് ഒറ്റയ്ക്കായിട്ട് പോണ്ടെന്ന് പറഞ്ഞു. അത് അവന് ഭയങ്കര ഇതായി. അത് എനിക്കിപ്പോ ഒരു വിഷമായി. അന്ന് വിടായിരുന്നു മാഷന്മാരുണ്ടെങ്കിൽ പോയിക്കോ, വെറുതെ പറയാ. മാഷന്മാരൊക്കെ ഉണ്ടിട്ടാ വെറുതെ പറയാ. വിട്ടില്ല. ഞാൻ ഇതുവരെയും കുട്ടികളെ 10ാം ക്ലാസ് വരെ ഞാൻ വിട്ടിട്ടില്ല. അല്ല +1 +2 ഞാൻ ടൂറിന് ഞാൻ പറഞ്ഞു. +2 ഇപ്പം ചോദിച്ചിട്ടില്ല. കോളേജിലോ? കോളേജിൽ എത്ര വർഷം ടൂർ പോയി? അത് ഇതിന്റെ ടൂറാന്ന് എനിക്ക് അറിയണ്ടേ. സ്റ്റഡി ടൂർ അല്ലേ, എന്താ ചെയ്യാ? അവൻ സ്റ്റഡി ടൂറാ പോയത്. അതുപോലെ സ്റ്റഡി ടൂറാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവരെ പഠിപ്പൊന്നും എനിക്കില്ലല്ലോ. അത് കഴിഞ്ഞ് ഇതിന്റെ ഭീഷണി ഇതായിരുന്നു, മറ്റു ഭീഷണിയാണ്. അവർക്കൊക്കെ ഏട്ടനൊക്കെ നല്ല മാർക്കുണ്ട്, നിനക്കുണ്ടാ? അതാണ് അടുത്ത ഭീഷണി. അപ്പം ഇപ്പൊ മമ്മിക്ക് ഇവരോട് എന്താ പറയണെന്ന് തോന്നുന്നത്? ഇപ്പൊ പറഞ്ഞത് എന്താ വെച്ചാല് മമ്മി മരിക്കുന്നവരെ നല്ല സ്നേഹത്തിൽ രണ്ടാളും ഇരിക്കുക. അപ്പൊ ഇതുവരെ മമ്മിക്ക് അങ്ങനെ കാണുന്നുണ്ട്. മമ്മി മരിച്ചാലും അങ്ങനെ കഴിഞ്ഞോളാം. പിന്നെ മമ്മി കാണുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഈ സ്നേഹം എന്നും ഉണ്ടായിട്ട് ഒരുമിച്ച് അങ്ങനെ കഴിയണമെന്നുണ്ട് എന്നൊക്കെ പറയണം. അപ്പോഴാണ് ഒരു ബലം ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ബലം ഉണ്ടാവില്ല. രണ്ടും കൂടി നിൽക്കുമ്പോഴാണ്. ഒരു വടി ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടി, 2 വടിയും കൂട്ടിയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഒടിയാൻ. ഒടിയും പക്ഷെ കുറച്ചും കൂടി പ്രയാസമാണ് അത് ഒടി. അതായത് ഇപ്പൊ ജിജേട്ടന്റെ ആയാലും അവന്റെ ആയാലും ആ ഒരു ക്യാരക്ടർ സ്വഭാവം ഇതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യനിഷ്ഠത ഉണ്ട്. എന്ത് ചെയ്യണേന് ഇവനാ അങ്ങനെ അല്ല ഇല്ലാത്ത പറയണ്ട, അവന് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി. അല്ല പിന്നെ അങ്ങനെ ഉള്ള ഇതുണ്ട്. എന്ത് സംഗതി ചെയ്യായാലും അതിനൊരു കൃത്യനിഷ്ഠത ഉണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും മമ്മിക്ക് ഏട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത്. അതായത് അവൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഉള്ള ഇതുണ്ട്. ഇവന് പിന്നെ അങ്ങനെ ആ ഒരു സംഭവം ഇല്ല. ഇങ്ങനെ അതായത് പറഞ്ഞാ ചെയ്യും, അങ്ങനെയുള്ള ഒരു ഇതാ. പിന്നെ എപ്പോഴും നല്ലതെന്താ എപ്പോഴും അല്ല നല്ലതെന്താ എപ്പോഴും വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കെടുക്കും, കെട്ടി പിടിക്കും. കെട്ടി പിടിച്ച് നല്ലതാ കഴിക്കുന്നത്. അതെ, നല്ല സ്വഭാവം. ഉടായ്പൊന്നും ഉണ്ടാക്കണ്ട, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തള്ളാന്നുള്ളത്, അപ്പൊ തള്ളാൻ നോക്കാണ്. വെറുതെയാണ്, നടക്കൂല. പിന്നെ തള്ളാൻ നോക്കും. അല്ലല്ല ഇവൻ എന്ത് സംഗതി ഇനിയിപ്പോ നമ്മള് എന്തെങ്കിലും ഒരു പറയാച്ചാല് അന്നോണ പറയണത് ഇവന്റെ അടുത്ത് നടക്കില്ല. ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് ഇനി അതൊന്നും പറയണ്ട അവരെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ സത്യസന്ധമായിട്ട് അവൻ എന്തും ചെയ്യണം. അപ്പൊ എനിക്ക് ഇഷ്ടം. എന്റെ അപ്പച്ച അങ്ങനെയാ. അവര് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ സത്യസന്ധത, നേരത്തെ പറഞ്ഞു ഓർക്കണില്ലേ? ആ സത്യസന്ധത കൂടി ഞാൻ പറയും. അപ്പൊ പിന്നെ പ്രശ്നമേ ആ സംഭവം പറയാൻ പാടില്ല. അങ്ങനെയില്ല, അപ്പോഴാണ് മമ്മി തള്ളുക.
സത്യസന്ധത മറക്കാൻ വേണ്ടി ആ സത്യസന്ധത അവൻ സത്യസന്ധതയിൽ എല്ലാതും പറയും. അവൻ പറയുമ്പോ മറ്റുള്ളവർക്ക് അത് വിനയായി തീരുന്നുള്ളത് അവൻ ചിന്തിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത്. ഇനി മമ്മിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഭാഗത്ത് ഞാൻ അത് സോൾവ് ചെയ്യും. അതല്ല Who is most stubborn? ആരാണ് കൂടുതൽ വാശിക്കാരൻ? വാശിയാണ്. വാശി എന്ന് പറഞ്ഞാൽ ഇന്നത് രണ്ടാളും മോശം. ഇവനാണ് എല്ലാ സംഗതിയും ഇന്നതൊക്കെ വേണം, ഇന്നത് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അത് മതി. ഇവൻ അങ്ങനെയല്ല. ഇവൻ എന്ത് ഇതിലും നേരം സ്കൂളിൽ പോകുമ്പോഴായാലൊക്കെ ഇവന്റെ കാര്യങ്ങളൊക്കെ ഓരോന്ന് നോക്കാണ്ടാവുക. ഇവന് എന്തെങ്കിലും ഇതായാലും കുഴപ്പമില്ല. നേരത്തെ ഇവരോട് ചോദിച്ചില്ലേ വേറെ അമ്മമാരിനെ കണ്ടിട്ട് മമ്മിയുടെ എന്താ മമ്മി പ്രൗഡായി തോന്നണേന്നുള്ളത്, അതേപോലെ തിരിച്ച് ബാക്കി കൊറേ മക്കളേനെ മമ്മി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ തന്നെ ഇഷ്ടംപോലെ മക്കളുണ്ടാവും. മമ്മിയുടെ മക്കളേനെയും മമ്മി കണ്ടിട്ട് മമ്മിയുടെ മക്കളിന് മമ്മി പ്രൗഡായിട്ടുള്ളത് എന്താ? ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോവാതെ ഒക്കെ ഡാഡി ഇല്ലാതെ തന്നെ ഞാന് ഡാഡി 10 മാസം 6 മാസം കൂടുമ്പോഴല്ലേ വരിക. അപ്പൊ ആ ഇതിലൊക്കെ ഞാന് അവരെ നല്ല ഇതിൽ കൊടുക്കുന്നുണ്ട്. അവർക്കും ഇഷ്ടമില്ല മമ്മി അങ്ങോട്ടാ പോണേ വെച്ചെങ്കിൽ മമ്മിയുടെ കൂടെ ഉണ്ടാവും. അവർക്ക് എവിടേക്കും കുട്ടി അവളെ ഗ്യാപ്പ് കിട്ടണില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് കുറച്ചു നേരം കളിക്കാൻ വിടുള്ളൂ. അപ്പൊ ആ കളിക്കാൻ വിടുന്ന ഗ്യാപ്പിനുള്ളിൽ കളിക്കുകയും ചെയ്യുക, ചിത്തോട്ടിയാവാൻ പോവുക ചെയ്യുക, സ്വാഭാവികമായിട്ടും കളിക്കുകയും ചെയ്യുക. പിന്നെ എത്ര 6 മണിക്കില്ലേ ഏട്ടാ? 6 മണിക്കൂടെ എത്തണം. 6 മണിക്കൂടെ എത്തിയില്ലെങ്കിൽ 6 മണിക്ക് എത്തണം. അത് വേറെ. 6 മണിക്ക് എത്തിയില്ലെങ്കിൽ കാലിന് മുകളിൽ പാടം ഉറപ്പാ. നമുക്കറിയാം, അവിടെ നിന്ന് ഗേറ്റ് തുറക്കുമ്പോ തന്നെ അറിയാം നമ്മുടെ മോന്ത കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇന്ന് തീരുമാനമായി. അപ്പൊ എന്താ ഞങ്ങളുടെ മനസ്സരിച്ച് കഴിഞ്ഞാൽ ഇന്ന് ആരെങ്കിലും വിസിറ്റേഴ്സ് വരണേ, അപ്പൊ അങ്ങനെ പോയിക്കോളൂ. അപ്പൊ നോക്കണത് അപ്പൊ വിഷയമല്ല. ഇനിയിപ്പൊ മമ്മിയോട് അവനും തല്ലൂടി ജിജേട്ടനും തല്ലൂടി ജിജേട്ടനെ മെൽറ്റ് ചെയ്യാൻ ഇങ്ങനെ ആ സംഭവം സോൾവ് ആക്കാൻ മമ്മിക്ക് ഒരു നാക്ക് ഉണ്ടാവും, അവന്റെ സംഭവം സോൾവ് ആക്കാനും മമ്മിക്ക് ഒരു നാക്ക് ഉണ്ടാവും. രണ്ടുപേരും 2 തരത്തിലാണ് നമ്മള് ട്രീറ്റ് ചെയ്യുക. അപ്പൊ പണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. വന്നില്ലേ ആർക്ക് പോയി? ഞങ്ങക്ക് പോയി. അവര് എന്തായാലും അവര് വരും, അവര് വരാതിരിക്കില്ല. അവർക്ക് കുറച്ചു നേരം ഇന്നെ പിരിഞ്ഞ് നിക്കാൻ പറ്റുള്ളൂ. ഇവിടേക്കില്ലേ വേണ്ട, ഓക്കെ കഴിക്കണ്ട അത്ര തന്നെ. അപ്പൊ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു തുടങ്ങും? ഞാൻ കൂട് തിന്നും, കഴിച്ചു തോൽപ്പിക്കുക. അങ്ങനെ ഞാൻ കഴിച്ചു തോൽപ്പിക്കുക ചെയ്യാം ആക്ച്വലി. പക്ഷെ ചേട്ടൻ കഴിക്കാറില്ലല്ലോ. ഞാൻ അല്ല, കുറച്ച് കഴിഞ്ഞാൽ വരും. അവർക്ക് അല്ല ഫുഡ് കഴിക്കണം മാത്രല്ല, അവർക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ആയിട്ട് ഇരിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ്, അല്ലാതൊന്നുമല്ല. അതെനിക്കറിയാം അവര് വന്നോളും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ മുത്തേ പവിഴേന്ന് പറഞ്ഞിട്ട് ചെല്ലണ്ടല്ലോ. മമ്മിയുടെ കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും, മമ്മിക്ക് കുറെ ഹാബിറ്റ്സ് ഉണ്ടാവും. ആ ഹാബിറ്റ്സ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്വഭാവം എന്താ? ഇവർക്ക് ഇന്ത്യന്ന് കിട്ടിയത് അവനെ എന്ന് പറയില്ലേ, അതെന്തെന്നെയാ എന്ന് പറയുന്ന സാധനം എന്താ? അത് വൃത്തി, അതൊക്കെയറിയാം. ഇതോ ഇതിനെന്താ കിട്ടിയിരിക്കുന്നത്? ഇതൊക്കെ വേണ്ട, അത് നല്ലതല്ല. അല്ല, മമ്മിടേന്ന് കിട്ടിയിട്ടുള്ളത് എന്താ? കൊറേ നോക്കി കിട്ടിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. അമ്മയുടെ ഒരു അഡ്വൈസ് ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു അഡ്വൈസ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് ആരെയും വെറുപ്പിക്കാതിരിക്കുക. ആരെയും വെറുപ്പിക്കാതിരിക്കുക.
ജിജേട്ടനെയോ? ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, തല്ലൂടാതിരിക്കാൻ നോക്കാം. അതെങ്കിലും അവര് പറഞ്ഞേ. അങ്ങനെ തന്നെ. അപ്പൊ രണ്ടുപേരുടെ ഒരു ആൻസർ ആണ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് അമ്മയും അച്ഛനെയോ? മമ്മീനെ. മമ്മിയുടെ കയ്യിൽ ഏത് ഫുഡാണ് ഒരു ഫുഡ് അത് ഒരു ഹോട്ടലിലും കിട്ടില്ല? അത് പരിപ്പടനായിരിക്കും. പരിപ്പട എന്നിട്ട് ഇന്നും പരിപാടി ഉണ്ടാക്കാറില്ല. ഇത്രയും ഫോൺ എടുക്കാത്തപ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും? മമ്മിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ടില്ല. അതെ, ഫോൺ എടുത്തിട്ടില്ല. ചാറ്റ പാട്ടി ഫോൺ എടുക്കില്ല. എവിടെ പോയി കിടക്കുകയാണാവോ? ഇതാണ് മമ്മി പറയാൻ പോകുന്നത്. അതെ, ഖേദിക്കും. മമ്മി കോപിക്കുമ്പോൾ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അടി. വേറൊന്നുമില്ല, അടി. ആദ്യം തന്നെ വന്ന് ആദ്യം അടി. നിനക്ക് അറിയാഞ്ഞിട്ടാണ് ഇവിടെ കേറി വരിക, അടി വാങ്ങിക്കുക. 6 മണിക്ക് ശേഷം ഇവിടെ കേറി വരിക. അല്ലെങ്കിൽ സൈക്കിളിൽ പോയിട്ട് ലേറ്റ് ആയിട്ട് ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ ഇതാ ഈ കടന്ന ഇടത്തെ സൈഡിൽ കൂടെ സൈക്കിൾ ഉന്തി വരുമ്പോ കാലിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ സൈക്കിൾ ഞാൻ ഉന്തിട്ട് കാര്യങ്ങൾ പറയാണ്ടെങ്കിൽ മമ്മി ഇതുകൊണ്ടാണ് എന്ന് സൈക്കിൾ കയറി ഇടയിൽ വെച്ചിട്ട് ചൂടോട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിന് അടി കിട്ടി ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷമം ഇല്ലാത്ത അവസ്ഥ. അമ്മയുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവനെളുപ്പ കല്യാണം കഴിച്ചാൽ മതി. നീ എന്ത് ചെയ്യും? അതെന്താ? മമ്മിക്ക് ഒരു ഡ്രീം ഉണ്ട്, അത് സാധിച്ചു തരണമെങ്കിൽ ഇവരിപ്പോ എന്താ ചെയ്യാ? കല്യാണം കഴിക്കും. ഞാനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മൂന്നാമത്തെ കുട്ടി ഉണ്ടാക്കുന്നുണ്ട്, അതായിരിക്കും. അവന് ആണും പെണ്ണും ഉണ്ടായി. മമ്മിക്കൊരു ഡ്രീം ഞാൻ ഓൾറെഡി ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. ഒരു കുട്ടി കുട്ടി ഭയങ്കര ആഗ്രഹം. അമ്മയുടെ മിസ് കോള് 2 എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾ മിസ് കോളാണ് കണ്ടത്. കോളാണ് കണ്ടത്. കോള് കിട്ടിയിട്ട് മിസ്സായി. 2 വർഷം എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ എടുത്തു നോക്കുമ്പോ ഫോണില് മിസ് കോള് ഫോൺ മിസ് കോളാണ് 2 എണ്ണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വോയിസ് മെസ്സേജ് അയക്കും. വോയിസ് മെസ്സേജ് അയച്ചിടും. ടൈപ്പ് ചെയ്യില്ല. ടൈപ്പ് ചെയ്ത് മമ്മി വേറെ അർത്ഥത്തിൽ എടുക്കുക. അതുകൊണ്ട് ഇപ്പൊ വോയിസ് അയക്കാറുള്ളൂ. അമ്മ കുറെ തല്ലുകൂടി ഒച്ച വെച്ച് ഉറങ്ങാൻ പോയാൽ സമാധാനായി എന്നാണോ നിങ്ങൾ പറയാ? അയ്യോ മമ്മി പോയല്ലോ എന്നാണ് നിങ്ങൾ പറയാ? ഞാൻ സമാധാനം ഞാൻ ചിലപ്പോ പിന്നാലെ പോയി നോക്കൂ. ഏട്ടൻ നോക്കൂ, ഞാൻ നോക്കൂല. ഏട്ടാ ഞാൻ പിന്നാലെ പോയി നോക്കൂ. തീരെ ആഗ്രഹമില്ല. അതാണ് ഇവനും അവനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നോക്കൂല, എനിക്ക് മതി. റൺ ഫോർ ദ ഡേ. സമാധാനായി റൺ ഫോർ ദ ഡേ ആയിരിക്കും. പക്ഷെ ഏട്ടൻ പോയി നോക്കൂ. അമ്മയ്ക്ക് നിങ്ങളെ കുറിച്ചുള്ള കംപ്ലൈന്റ് എന്താ? രണ്ടുപേരെയും കുറിച്ചിട്ട് അമ്മയോടാ കംപ്ലൈന്റ് എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞാൽ മതി. കംപ്ലൈന്റ് ഞാൻ പറയാ, പുറത്തു പോവില്ല. പുറത്ത് പോവില്ല എന്നാണ് കംപ്ലൈന്റ്. പുറത്ത് പോവില്ല എന്നാണ് കംപ്ലൈന്റ്. പണ്ട് അതെ, രണ്ടും പറയും മമ്മി. പിന്നില്ലാതെ പുറത്ത് പോവില്ല എന്ന് പറയും. ഞങ്ങള് പുറത്ത് പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ വന്ന് നേരം വെഴുകാനും പാടില്ല. അതല്ല, ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായി വലിയ കുട്ടികളൊക്കെ ആയി ഇപ്പൊ. അപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ എല്ലാ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോ അവരെ കൂടെ ഒക്കെ പോണ്ടേ. അങ്ങനെ ഒരു പോവില്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്താ? എന്തെങ്കിലും പ്രവൃത്തി ചെറുപ്പത്തിലത്തെ എന്റെ ഇവരുടെ രണ്ടുപേരുടെയും ചെറുപ്പത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടിയിരുന്നില്ല. ഞാൻ ഇവര് ചെയ്തിട്ട് ഇവര് പറയാതിരിക്കാനത്. ഒന്ന് പറയാം, ഒന്ന് എന്നെ മിസ്സായ സംഭവം. അവന് മിസ്സായത് ജിജേട്ടന്റെയോ? അവനൊക്കെ അതും കൂടി നീയോ പോണതാണോ? ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് മിസ്സായി. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് മിസ്സായി. ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കും.
ഒക്കെ ഈ കളിക്കണ സാധനങ്ങളൊക്കെ നോക്കിക്കും. അതന്നെ ഒന്നും കിട്ടുന്നില്ല, വാങ്ങിച്ചില്ല. ട്രെയിനിലാണ് വെച്ചെങ്കിൽ എന്റെ രീതിന്ന് തൊട്ട ആ ഉള്ള അതിൽ പോയിട്ട് പതുപ്പിന്റെ അടിയിൽ പോയി കിടന്ന ആളാവൻ. വേറെ പെണ്ണിന്റെ വേറൊരു തള്ളയുടെ കൂടെ. ഇനി കുറച്ച് റാപ്പിഡ് ഫയർ വയ്ക്കാം മമ്മിയോട്. മമ്മിയോടാ? ഞങ്ങളോടില്ലേ? എന്താ ഈ റാപ്പിക്ക്? റാപ്പിക്കല്ല, റാപ്പിഡ് ഫയർ. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ആലോചിക്കാനൊന്നും പാടില്ല. അമ്മ ബോയ് ഒരു അപ്പ ബോയ്? ജിജേട്ടൻ എന്ത് അമ്മ ബോയ് ആണോ അപ്പ ബോയ് ആണോ? അമ്മ. അമ്മ ബോയ് ഒരു അപ്പ ബോയ്? അത് അമ്മി അപ്പി ഒരെണ്ണം പറയാം. റാപ്പിഡ് ഫയർ ആണ് അതിനെ പറഞ്ഞത്. അവന്റെ ആർഡർ കുട്ടിയ ഏർലി ബേർഡ് ഓർ സ്ലീപ്പി? നേരത്തെ എണീക്കാത്തതിൽ ആരാ? നേരത്തെ എണീക്കുന്നത്. ഓക്കെ. സൈലന്റ് ടൈപ്പ് ഓർ നോൺ സ്റ്റോപ്പ് ടോക്കിംഗ്? സൈലന്റ് പോയി. രണ്ടുപേരും ഉണ്ടാവില്ല അല്ലല്ലോ? രണ്ടാളും. ക്ലീൻ റൂം ഓർ ഡിസാസ്റ്റർ റൂം? റൂമില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്ത് ക്ലീൻ ആയിട്ടുള്ള റൂം, ഡിസാസ്റ്റർ ആയിട്ടുള്ള റൂം, വൃത്തിയില്ലാത്ത റൂം. എന്റെ കൂടെ കിടക്കണതിന് എങ്ങോട്ടാ അവര് അതില് റൂമിൽ ഈ വീട്ടിൽ റൂമില്ല. ഈ വീട്ടില് ഞാൻ ഇത്രയും കാലം നടന്നിട്ട് എനിക്ക് റൂമില്ല. അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം റൂം കിട്ടിയത്. പാവങ്ങള് റൂമില്ലാതെ ആരാണ് ആദ്യം ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മമ്മയുടെ അടുത്ത് എത്തുക? ഫൈറ്റ് ഉണ്ടായാലല്ല, ഫൈറ്റ് കഴിഞ്ഞിട്ട്. അവനെ വരിക. മമ്മിക്ക് അങ്ങനെ മമ്മിക്ക് എനിക്കാ പേടിയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഇവരോട് അത് വേണ്ടായിരുന്നു, ഇവരോട് പറയണ്ടായിരുന്നു? പേടിയില്ല. തിരിച്ചു വെച്ചേക്ക്. അതാണ് ഇതൊക്കെ റിവേഴ്സ് ആൻസർ ആണ് ശരിക്കും. ഞങ്ങൾക്ക് എപ്പോഴും പേടിയില്ല. എന്തിനാ ഇപ്പോഴും മടി എടുത്തടിക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ മദേഴ്സ് ഡേ ആയിട്ട് എന്താ ഗിഫ്റ്റ് എന്നല്ലേ? വീണ്ടും മമ്മിക്ക് അവർക്ക് എന്താ കൊടുക്കുന്നത്? മമ്മിക്ക് തന്നെ. മമ്മിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് 2 കുട്ടികളെ എങ്ങനെ തന്നെ. ഉമ്മ എപ്പോഴും ഫ്രീ ആണ്. ഞങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റിന്റെ കൾച്ചർ ഒന്നും ഇല്ല. ഇങ്ങനെ ഈ ഉമ്മ ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുക. മദേഴ്സ് ഡേക്ക് കൊണ്ടുപോകില്ലെന്ന്. മദേഴ്സ് ഡേക്ക് എന്താണ്? റെസ്റ്റോറന്റിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ടേ? അത് പറഞ്ഞല്ലോ നമ്മള് നേരത്തെ.